നമ്മുടെ ഹൈഡ്രോകാർബൺസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഹൈഡ്രോകാർബൺസിന്റെ ചാപ്റ്ററിനകത്ത് നമ്മൾ ആൽക്കൈൻസിനെ കുറിച്ച് പഠിച്ചു. ആൽക്കൈൻസിന് എന്താണെന്ന് പഠിച്ചു, ആൽക്കൈൻസിന് പേര് കൊടുക്കാന്ന് പഠിച്ചു, പ്രിപ്പറേഷൻ പഠിച്ചു, പ്രോപ്പർട്ടീസ് പഠിച്ചു. അതുപോലെ ആൽക്കീനെ കുറിച്ച് പഠിച്ചു. ആൽക്കീനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു. അതുപോലെ പഠിക്കേണ്ട ഹൈഡ്രോകാർബൺസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ് ആൽക്കൈൻസ്. അവസാനം ആൽക്കൈൻസ്. എന്താണ് ഈ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ? Alkynes are unsaturated hydrocarbons containing carbon-carbon triple bond. മറന്നു പോകരുത്, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടുകൾ പ്രസന്റ് ആയിരിക്കുന്ന അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനെ പറഞ്ഞ പേരാണ് ആൽക്കൈൻസ്. മറന്നു പോകണ്ട, YNE alkynes, unsaturated hydrocarbons containing carbon-carbon triple bond is called alkynes. ഈ ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CnH2n-2 ആണ്. ഇത് ഓർത്ത് വെച്ചേക്കുക. ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n-2 ആണ് എന്ന് ഓർക്കുക. ഇനി നമുക്ക് ആൽക്കൈൻസ് എങ്ങനെ പേര് കൊടുക്കാം? ആൽക്കൈൻസിന്റെ നോമൻക്ലേച്ചർ. ആൽക്കൈൻസ് നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? ഒരു കാര്യം അറിയേണ്ടത്, നിങ്ങൾക്ക് ആൽക്കൈൻസിന്റെ പേര് കൊടുക്കാൻ വളരെ വ്യക്തതയോടെ അറിയാമെങ്കിൽ ആൽക്കൈന് പേര് കൊടുക്കാൻ അതേ റൂളുകൾ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഒറ്റ വ്യത്യാസം, ENEക്ക് പകരം ചേർത്താൽ മതി, YNE ചേർത്താൽ മതി. ബാക്കി റൂളുകൾക്കൊന്നും വ്യത്യാസമില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആൽക്കൈൻ എഴുതുന്നു. ഇതൊരു ആൽക്കൈൻ അല്ലേ? ആണ്. എങ്ങനെ മനസ്സിലാക്കണം? ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഒരു ആൽക്കൈൻ ആണ്. പേര് കൊടുക്കുക വളരെ എളുപ്പമാണ്. കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക, വേർഡ് റൂട്ട് എഴുതുക, പ്ലസ് ആരെ ചേർക്കുക? YNE. ആൽക്കൈൻ ആയതുകൊണ്ട് ആരെ ചേർക്കുക? YNE. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2. എന്താ വേർഡ് റൂട്ട്? എത്ത്. ആരെ ചേർക്കുക? YNE. ഇപ്പൊ പേരെന്താണ്? ഈത്തൈൻ. അങ്ങനെയെങ്കിൽ CH3C ട്രിപ്പിൾ ബോണ്ട് CH. ഇതും ഒരു ആൽക്കൈനാണ്. എങ്ങനെ മനസ്സിലായി? ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ആൽക്കൈനാണ്. എങ്ങനെ പേര് കൊടുക്കാം? വളരെ സിമ്പിൾ. കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്തു. 1 2 3 3 കാർബൺ ആറ്റം. വേർഡ് റൂട്ട് പ്രൊപ്പ്. ആരെ ചേർക്കുക? YNE. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ദെൻ ഇവിടെ നോക്കി, CH3 C ട്രിപ്പിൾ ബോണ്ട് CH3. ഇതും ഒരു ആൽക്കൈനാണ്. എന്തുകൊണ്ട് ആൽക്കൈനാണ്? ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഒരു ആൽക്കൈനാണ്. എങ്ങനെ പേര് കൊടുക്കാം? കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യാം. 1 2 3 4 4 കാർബൺ ആറ്റം അല്ലേ? എന്താ വേർഡ്? ബ്യൂട്ട്. ആരെ ചേർക്കുക? YNE. കൺഫ്യൂഷൻ ഇല്ലാതെ ചേർക്കുന്നു. ദെൻ CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ഇതും ഒരു ആൽക്കൈനാണ് അല്ലേ? എങ്ങനെ മനസ്സിലായി? ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഒരു ആൽക്കൈനാണ്. എങ്ങനെ പേര് കൊടുക്കാം? കാർബണിനെ കൗണ്ട് ചെയ്തു. 1 2 3 4 4 എന്താ വേർഡ് റൂട്ട്? ബ്യൂട്ട്. ആരെ ചേർക്കുക? YNE. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പേര് കൊടുക്കുക. കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക, വേർഡ് റൂട്ട് എഴുതുക, പ്ലസ് ആരെ ചേർക്കുക? YNE. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ പേര് ബ്യൂട്ടൈൻ, ഇതിന്റെ പേര് ബ്യൂട്ടൈൻ. പക്ഷേ സെയിം സ്ട്രക്ചർ ആണെന്ന് നോക്കിയാൽ ഇല്ല, ഡിഫറന്റ് സ്ട്രക്ചർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൽക്കൈനിൽ പറഞ്ഞതുപോലെ മോർ ദാൻ 3 കാർബൺ ആറ്റംസ്, 3ൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ വരികയാണെങ്കിൽ, മോർ ദാൻ 3 കാർബൺ ആറ്റങ്ങൾ ആൽക്കൈൻസിനകത്ത് പ്രസന്റ് ആണ് എങ്കിൽ, മോർ ദാൻ 3 കാർബൺ ആറ്റങ്ങൾ ആൽക്കൈൻസിനകത്ത് പ്രസന്റ് ആണ് എങ്കിൽ, ആ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രിപ്പിൾ ബോണ്ട് അടങ്ങിയിരിക്കുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ വരണം. ഇവിടെ 1 2 3 4 4 കാർബൺ ആറ്റം മോർ ദാൻ 3 നമ്പർ ചെയ്യാം. 1 2 3 4 1 2 3 4. അങ്ങോട്ട് എണ്ണിയാലും 2, ഇങ്ങോട്ട് എണ്ണിയാലും 2. അതിൽ സംശയമില്ലല്ലോ. ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ട്രിപ്പിൾ ബോണ്ട് 2 കാർബണുകൾക്കിടയിലാണ്. ലെഫ്റ്റിൽ നിന്നുമ്പോൾ ആദ്യം കാണുന്ന കാർബണിനെ കൗണ്ട് ചെയ്യുക, റൈറ്റിൽ നിന്നുമ്പോൾ ആദ്യം കാണുന്ന കാർബണിനെ കൗണ്ട് ചെയ്യുക. കാരണം ട്രിപ്പിൾ ബോണ്ട് 2 കാർബൺ ആറ്റങ്ങൾക്കിടയിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ആ പൊസിഷൻ നമ്പർ എഴുതുക, ഹൈഫൺ ഇടുക. മറന്നു പോകണ്ട, പൊസിഷൻ നമ്പർ എഴുതുക, ഹൈഫൺ ഇടുക. അപ്പൊ എന്ത് കിട്ടും? പേര് 2 ബ്യൂട്ടൈൻ. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്യൂട്ടബിൾ മാർഗം അതാണ്, ബ്യൂട്ട്
2i അല്ലേ? അപ്പൊ ഇതിന്റെ പേരെന്താ? 1 2 3 4 നാല് കാർബൺ ആറ്റം മോർ ദാൻ 3 ആണ്. നമ്പർ ചെയ്യണം. 1 2 3 മൂന്നാമത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട്. 1 2 3 4 ഒന്നാമത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട്. ഒന്നാണ് മൂന്നാണ് ചെറുത് 1. അപ്പൊ എങ്ങനെ എഴുതാം? 1 ബ്യൂട്ടൈൻ ഓർ ബ്യൂട്ട് 1i. ഓർക്കാൻ കഴിയും വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ 1 എന്ന നമ്പർ എഴുതിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 എന്ന നമ്പർ എഴുതിയില്ലെങ്കിൽ വിഷയമില്ല എന്നുള്ളതല്ല. ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഹെക്സൈൻ ഇതിന്റെ സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞു. ഹെക്സൈന്റെ സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞു. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഹെക്സൈൻ എത്ര കാർബൺ ആറ്റം? 6 കാർബൺ ആറ്റം അല്ലേ? 1 2 3 4 5 6 ഈ 6 കാർബൺ ആറ്റങ്ങൾക്ക് ഹെക്സൈൻ അല്ലേ? ട്രിപ്പിൾ ബോണ്ട് വരണമെന്ന് മനസ്സിലായി. YNE ഉള്ളത് എവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുക വിഷയമാണ്, നമ്പർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കോമ്പൗണ്ടിന്റെ പേര് പറയുന്നുണ്ട്, നമ്പർ പറഞ്ഞിട്ടില്ല എങ്കിൽ ഡബിൾ ബോണ്ട് ആയാലും ട്രിപ്പിൾ ബോണ്ട് ആയാലും എവിടെ കൊടുക്കാൻ പാടുള്ളൂ? ഫസ്റ്റ് കാർബണിലെ കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി ബാലൻസ് ആരെ വെച്ച് ഫില്ല് ചെയ്യുക? ഹൈഡ്രജൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക. നമുക്ക് ആരെ കിട്ടും? ഹെക്സൈന്റെ സ്ട്രക്ചർ. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നോൺ ലെക്ചർ മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആണ്, വേറെ പരിപാടിയൊന്നുമില്ല. കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക, വേർഡ് കൂട്ട് എഴുതുക, പ്ലസ് ആഡ് ചേർക്കുക. പക്ഷേ മോർ ദാൻ 3 കാർബൺ ആറ്റംസ് വരികയാണെങ്കിൽ ആ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രിപ്പിൾ ബോണ്ട് അടങ്ങിയിരിക്കുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ വരണം എന്ന കാര്യം കൂടെ മനസ്സിലാക്കി വച്ചിരിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ആൽക്കൈൻസിന്റെ ഐസോമെറിസം. ഈ ആൽക്കൈൻസ് പ്രധാനമായും 2 തരം ഐസോമെറിസങ്ങൾ കാണിക്കാറുണ്ട്. ഒന്ന് പൊസിഷൻ ഐസോമെറിസം. നമ്മൾ എക്സാമ്പിളുകൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ പൊസിഷൻ ഐസോമെറിസം? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രം ഡിഫറെന്റ് ആയിരിക്കും, സെയിം മോളിക്യുലർ ഫോർമുല ആയിരിക്കും. പഠിച്ച കാര്യമാണ്. ഒരേ മോളിക്യുലർ ഫോർമുല, ഡിഫറൻസ് ഇൻ ദി പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. നമുക്ക് നോക്കാം. എക്സാം പോയിന്റ് ഞാൻ മാർക്ക് പറയാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ എഴുതിയ കോമ്പൗണ്ടുകൾ തന്നെയാണ്. ഇതൊരു കോമ്പൗണ്ട്, രണ്ടാമത്തെ കോമ്പൗണ്ട് ഇതാണ്. ഇതിന്റെ പേര് പറഞ്ഞു കൊടുത്തത് പറഞ്ഞ കാര്യമാണ്. 1 2 3 4 1 2 3 4. അപ്പൊ എന്താ? ബ്യൂട്ട് 2e ബ്യൂട്ട് 2i ബ്യൂട്ട് 2i. ഇതിന്റെ പേര് എന്താ? 1 2 3 4 1 2 3 4. അതായത് ബ്യൂട്ട് 1i. രണ്ടും ബ്യൂട്ടൈനാ. എന്താ പ്രശ്നം? ഒന്നാമത്തെ കോമ്പൗണ്ടിനകത്ത് രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ട്രിപ്പിൾ ബോണ്ട് കിടക്കുക, രണ്ടാമത്തെ കോമ്പൗണ്ടിനകത്ത് ഒന്നാമത്തെ കാർബണിലാണ്. അതായത് ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, കോമ്പൗണ്ട് സെയിം ആണ്. ഇത്തരം കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണ് പൊസിഷൻ ഐസോമർ. അതായത് നമ്മുടെ ആൽക്കിൻ എന്ത് കാണിക്കാറുണ്ട്? പൊസിഷൻ ഐസോമറിസം കാണിക്കാറുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഐസോമറിസം, നമ്മൾ ആൽക്കിൻ കാണിക്കുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ ചെയിൻ ഐസോമറിസം ആണ്. ഇത് കാണിക്കാറുണ്ട് ചെയിൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസത്തിന് പോലെ തന്നെ കാണിക്കുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് തോന്നുന്നത് ചെയിൻ ഐസോമറിസം. നോക്കാം. CH3 CH2 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ഇതൊരു ആൽക്കൈൻ ആണ് എന്ന് നമുക്കറിയാം. CH3 CH CH3 C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കേ, ഇത് ഒരു ആൽക്കൈൻ ആണ്, ഇത് ഒരു ആൽക്കൈൻ ആണ്. ഇതിന്റെ പേര് പറഞ്ഞിട്ട് 1 2 3 4 5 5 കാർബൺ നമ്പർ ചെയ്യണം. 1 2 3 4 നാലാമത്തെ കാർബൺ ട്രിപ്പിൾ ബോണ്ട് 1 2 ഒന്നാമത്തെ കാർബൺ. ഒന്നാണ് നാലാണ് ചെറുത്, 1 ആണ് ചെറുത കാര്യമില്ല. അപ്പോൾ 5 കാർബൺ ആറ്റം വേർഡ് റൂട്ട് പെന്റ് 1i അല്ലെങ്കിൽ പെന്റൈൻ. കൺഫ്യൂഷൻ ഇല്ല. ഇതിന്റെ പേരെന്താ? ആദ്യം ലോവസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കാം. 1 2 3 4 1 2 3 4 4 കാർബൺ ആറ്റമുള്ള. അപ്പോൾ ഇതാണ് കാർബൺ ചെയിൻ എങ്കിൽ ഇവിടുത്തെ ബ്രാഞ്ച് ആരാണ്? CH3. പേര് കൊടുക്കാമല്ലോ. ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. ആദ്യം ചെയ്യണം നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യാമല്ലോ. 1 2 3 മൂന്നാമത്തെ കാർബൺ ട്രിപ്പിൾ ബോണ്ട്, രണ്ടാമത്തെ ബ്രാഞ്ച്. തിരിച്ച് നമ്പർ ചെയ്താലോ. 1 2 3 ട്രിപ്പിൾ ബോണ്ട് നോക്കുക. അങ്ങോട്ട് 3 ഇങ്ങോട്ട് 1. ഏതാ ചെറുത്? 1. പേര് നമ്മൾ എടുക്കണം. 1 3. പേരെന്താ? 3 methyl 3 methyl 1 2 3 4 അല്ലേ? ബ്യൂട്ട് 1e. ഇതിന്റെ പേരെന്താണ്? 3 methyl ബ്യൂട്ട് 3
3-methyl bute 1-ine. 3-methyl bute 1-ine. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പെന്റൈൻ ആണ്, പക്ഷേ ഇത് എന്താണ് ബ്യൂട്ടൈൻ അല്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഫോർവേഡ് നോക്കാം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. 1 2 3 4 5. രണ്ടിലും 5 കാർബൺ ആറ്റം ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 5 7 8. 3 6 7 1 8. രണ്ടിലും സെയിം നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് മോളിക്യുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഡിഫറന്റ് കാർബൺ ചെയിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ചെയിൻ ഐസോമേഴ്സ്. രണ്ടിന്റെയും മോളിക്യുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഇത് പെന്റൈൻ ആണ്, എന്താ സാധനം ബ്യൂട്ടൈൻ ആണ്. ഒരു ബ്രാഞ്ചും കൂടെ വരുന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ സെയിം മോളിക്യുലർ ഫോർമുല പക്ഷേ ഡിഫറന്റ് കാർബൺ ചെയിനെങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ചെയിൻ ഐസോമേഴ്സ്. നമ്മുടെ ആൽക്കൈൻസ് ഇത് കാണിക്കുന്നുണ്ട് ചെയിൻ ഐസോമേഴ്സ്. അതായത് നമ്മുടെ ആൽക്കൈൻസ് പ്രധാനമായും രണ്ട് തരം ഐസോമേഴ്സ് കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പൊസിഷൻ ഐസോമേഴ്സും ഒപ്പം ചെയിൻ ഐസോമേഴ്സും കാണിക്കുന്നുണ്ട്. ഇതിന്റെ എക്സാമ്പിളുകൾ നമുക്ക് മനസ്സിലാക്കി വെച്ചേക്കാം. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോകണം. അതായത് നമ്മുടെ ആൽക്കൈൻസിനകത്തുള്ള കാർബൺ ആറ്റത്തിന്റെ ആൽക്കൈൻസിനകത്തുള്ള കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ കൂടെ അറിഞ്ഞു പോകണം. നമുക്ക് അറിയാമായിരിക്കും. ജസ്റ്റ് കാര്യം മനസ്സിലാക്കുക. ഒരു കാർബണിന്റെ വാലൻസി 4 ആണ് നമുക്കറിയാം. ഈ 4 വാലൻസീസ് 4 സിംഗിൾ ബോണ്ടുകൾ കൊണ്ട് തന്നെയാണ് സാറ്റിസ്ഫൈ ചെയ്താൽ ആ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ആദ്യം മനസ്സിലാക്കുക. അതേസമയം ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ആ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണെന്ന് മനസ്സിലാക്കുക. അതേസമയം ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp ആണെന്ന് ബേസിക്കലി മനസ്സിലാക്കുക. ഒരു കാർബണിന് 4 വാലൻസീസ് ഉണ്ട്. 4 വാലൻസീസും 4 സിംഗിൾ ബോണ്ടുകൾ കൊണ്ടാണ് സാറ്റിസ്ഫൈ ചെയ്തത്. അതേ പറഞ്ഞ പേരാണ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. അതേസമയം ഒരു ഡബിൾ ബോണ്ട് വന്നാൽ ആ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp2 ആയിരിക്കും. ട്രിപ്പിൾ വന്നാലോ sp ആയിരിക്കും. കറക്റ്റ് ഡെഫിനിഷൻ അല്ല പറയുന്നത്. ഒരു കാർബണിന്റെ 4 വാലൻസീസും 4 സിഗ്മ ബോണ്ടുകൾ കൊണ്ടാണ് സാറ്റിസ്ഫൈ ചെയ്ത ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3. നമുക്കറിയാം സിംഗിൾ ബോണ്ടുകളെല്ലാം സിഗ്മയാണ്. സിഗ്മ 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 സിഗ്മ. അതേസമയം ഒരു പൈ ബോണ്ട് വന്നാൽ നമുക്കറിയാം ഡബിൾ ബോണ്ട് മീൻസ് ഒരു സിഗ്മയും ഒരു പൈയുമാണ്. ഒരു പൈ ബോണ്ട് വന്നാൽ ആ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. അതേസമയം 2 പൈ ബോണ്ട് വന്നാൽ 2 പൈ ബോണ്ട് മീൻസ് കാർബൺ എന്തായിരിക്കണം? സിഗ്മ ആയിരിക്കണം. 2 പൈ ബോണ്ട് 4 ബോണ്ടുകളെ വരാൻ സാധ്യതയുള്ളൂ. 4 സിഗ്മ, ഒരു പൈയും ബാക്കി എന്തായിരിക്കും? 3 സിഗ്മയും. അടുത്താണ് 2 പൈ ബോണ്ട് വന്നാൽ എന്തായാലും ഹൈബ്രിഡൈസേഷൻ sp. അങ്ങനെ പറയാൻ കാരണം അവിടെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ഇങ്ങനെ ഒരു സാധനം കൂടെ വരാം അല്ലേ? വന്നുകൂടെ? ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാൽ നമ്മൾ ഡബിൾ ബോണ്ട് മാത്രം പിടിച്ചാൽ എന്തായിരിക്കും? sp2 ആവും. പക്ഷേ നമ്മൾ ഏത് നോക്കുക? എത്ര പൈ ബോണ്ട് ഉണ്ടെന്ന് നോക്കുക. ഡബിൾ ബോണ്ട് മീൻസ് ഒരു സിഗ്മ ഒരു പൈ. ഡബിൾ ബോണ്ട് മീൻസ് ഒരു സിഗ്മ ഒരു പൈ. ദാറ്റ് ഈസ് എത്ര പൈ ബോണ്ടുകളുണ്ട്? 2 പൈ ബോണ്ടുകളുണ്ട്. അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp ആയിരിക്കും എന്ന് ഓർക്കുക. അഡീഷണൽ പറഞ്ഞു പോയതേ മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ആൽക്കൈൻസിനകത്തുള്ള കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. നോക്കുക, ആൽക്കൈൻസിനകത്ത് ഈ കാർബണിന് ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. അതുകൊണ്ട് തന്നെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ആൽക്കൈൻസിനകത്തുള്ള കാർബണിന് ട്രിപ്പിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ആൽക്കൈൻസിനകത്തുള്ള ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp ആയിരിക്കും എന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ്. പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഓഫ് ആൽക്കൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഓഫ് ആൽക്കൈൻ. ഈ ആൽക്കൈൻസിന് വളരെ പ്രധാനമായിട്ടും 2 പ്രിപ്പറേഷൻ മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാറുള്ളത്. ഒന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് റിപ്പീറ്റഡ് എക്സാം ചോദിച്ചിട്ടുണ്ട്. ഫ്രം കാൽഷ്യം കാർബൈഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രം കാൽഷ്യം കാർബൈഡ്. ഈ കാൽഷ്യം കാർബൈഡിൽ നമുക്ക് എങ്ങനെ ആൽക്കൈൻ നോക്കിയിരുന്ന വളരെ സിമ്പിൾ ആണ്. നോക്കിയിരിക്കുക. കാൽഷ്യം കാർബൈഡ് എന്താ? കാൽഷ്യം കാർബൈഡ് CaC2. ഈ കാൽഷ്യം കാർബൈഡിനെ ഹൈഡ്രേഷൻ വിധേയമാക്കുക. മീൻസ് കാൽഷ്യം കാർബൈഡിനകത്ത് എന്ത് ചേർക്കുക? വാട്ടർ ചേർക്കുക. കാൽഷ്യം കാർബൈഡിനകത്ത് ചേർക്കുക, വാട്ടർ ചേർക്കുക. വളരെ സിമ്പിൾ ആണ് റിയാക്ഷൻ. നോക്കിയിരുന്ന സിമ്പിൾ. C2H2 എന്ത് പോകും? ഉണ്ടായിരുന്നു C2H2 പ്ലസ് ബൈ പ്രോഡക്റ്റ് CaOH. ബൈ പ്രോഡക്റ്റ് പ്രസക്തി ഇല്ല. ഇക്വേഷൻ ബാലൻസ് ചെയ്താൽ മതി. ബാക്കി ഓക്കെ ആവും.
കിട്ടിയ സാധനം C2H2 അല്ലേ? ഇതൊരു ആൽക്കൈൻ അല്ലേ? വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ്. കാൽഷ്യം കാർബണേറ്റിനകത്തേക്ക് വാട്ടർ ചേർത്താൽ നമുക്ക് ആരെ കിട്ടും? ആൽക്കൈൻ. കിട്ടുന്ന ആൽക്കൈൻ ഈഥൈൻ ആണ്. കാൽഷ്യം കാർബണേറ്റിനകത്തേക്ക് വാട്ടർ ചേർത്ത് നമുക്ക് ആരെ പ്രിപ്പയർ ചെയ്യാം? ഈഥൈൻ. ആരെ പ്രിപ്പയർ ചെയ്യാം? ഈഥൈൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ കാൽഷ്യം കാർബണേറ്റ് ആവും ഉണ്ടാകത്തില്ല. ആ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കിയെടുക്കണം. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കാൽഷ്യം കാർബണേറ്റ് ലൈംസ്റ്റോൺ എന്നുള്ള സാധനം. ഈ കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുക എന്തായി മാറും? പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടാണ്. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ എന്തായി മാറും? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഈ കാൽഷ്യം ഓക്സൈഡിനെ കോക്ക് ചേർത്ത് ഹീറ്റ് ചെയ്യുക. കോക്ക് മീൻസ് കാർബൺ. കോക്ക് മീൻസ് കാർബൺ. കോക്ക് ചേർത്ത് ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം കാർബൈഡ്. CaCO2 CO. ബാലൻസ് ചെയ്യുന്ന കാൽഷ്യം കാർബൈഡ് എഴുതിയില്ലേ? മനസ്സിലാക്കുക. നമ്മൾ എവിടെ നിന്നാണ് ആൽക്കൈനെ പ്രിപ്പയർ ചെയ്യുക? ഫ്രം കാൽഷ്യം കാർബൈഡ്. എങ്ങനെയാണ്? കാൽഷ്യം കാർബൈഡിനെ വാട്ടറുമായി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആരെ കിട്ടും? ഈഥൈൻ. ആരെ കിട്ടും? ഈഥൈൻ. പക്ഷേ ഈ കാൽഷ്യം കാർബൈഡ് ഉണ്ടാവില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ പ്രിപ്പയർ ചെയ്യും? കാൽഷ്യം കാർബൈഡിനെ ഹീറ്റ് ചെയ്താൽ എന്തായി മാറും? കാൽഷ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാൽഷ്യം ഓക്സൈഡിനെ കോക്ക് മീൻസ് കാർബണുമായി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആരെ കിട്ടും? കാൽഷ്യം കാർബൈഡിനെ. വളരെ സിമ്പിൾ അല്ലേ? ഒന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് കാൽഷ്യം കാർബൈഡ്. പീരിയഡ് ആയിട്ട് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കൃത്യമായി പഠിച്ചത്. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. രണ്ടാമത്തെ ആൽക്കൈന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് പറയുന്നത് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. ഇതും പ്രധാനപ്പെട്ടതാണ്. ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. എന്താ ഈ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം രണ്ട് ഹാലജൻ ആറ്റങ്ങളും അടുത്തടുത്ത കാർബണിൽ ബോണ്ട് ചെയ്താൽ അവയെ പറയുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. ഡൈഹാലൈഡ് മീൻസ് രണ്ട് ഹാലജൻ ആറ്റം അടങ്ങിയ സാധനം. ഈ രണ്ട് ഹാലജൻ ആറ്റങ്ങളും അടുത്തടുത്ത കാർബണിൽ ബോണ്ട് ചെയ്താൽ അവയെ പറയുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. ഞാൻ വിസിനൽ ഡൈഹാലൈഡ് എഴുതാം. CH2. ഓക്കേ, ഇത് വിസിനൽ ഡൈഹാലൈഡ് അല്ലേ? രണ്ട് ഹാലജൻ ആറ്റങ്ങളും അടുത്തടുത്ത കാർബണിൽ ബോണ്ട് ചെയ്തുകൊണ്ട് ഈ സാധനം എന്താണ്? വിസിനൽ ഡൈഹാലൈഡ് ആണ്. റിയാക്ഷൻ നോക്കിയിരിക്കുക. വളരെ സിമ്പിൾ ആണ്. ഈ വിസിനൽ ഡൈഹാലൈഡിനെ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന റിയാക്ട് ചെയ്യിക്കണം. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യിപ്പിക്കുക. റിയാക്ഷൻ കൃത്യമായി പഠിക്കാൻ പറ്റും. നോക്കുക, ഇവിടത്തെ കെയും പൊട്ടാസ്യവും ഒരു ഹാലജനും കൂടെ പൊട്ടാസ്യം ഹാലൈഡ് പുറത്തേക്ക് പോയി. കാര്യം മനസ്സിലായോ? പൊട്ടാസ്യവും ഒരു ഹാലജനും കൂടെ എന്ത് പോയി? പൊട്ടാസ്യം ഹാലൈഡ് പുറത്തേക്ക് പോയി. ഇനി ബാക്കിയുള്ളത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് OH ആണ്. ഈ OH തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജൻ. വ്യക്തമായ കാര്യം മനസ്സിലാക്കുക. ഹാലജൻ ഏത് കാർബണിൽ നിന്ന് പോയോ തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജനുമായി ചേർന്നിട്ട് OH വെച്ച് കൂടി ചേർന്ന് നമുക്ക് എന്താ കിട്ടുക? വാട്ടർ. എലിമിനേറ്റ് ചെയ്തോ? ബാക്കി എന്തുണ്ട്? CH2 ഇല്ല. ഇവിടെ CH ഉള്ളൂ, ഇവിടെ CH2 ഉള്ളൂ. അപ്പോൾ എന്ത് വരണം? ഇവിടെ ഡബിൾ ബോണ്ട്. പറഞ്ഞ പേര് ആൽക്കീനൈൽ ഹാലൈഡ് എന്ന് പറയും. ആൽക്കീനൈൽ ഹാലൈഡ്. ഈ ആൽക്കീനൈൽ ഹാലൈഡിനെ സോഡമൈഡ്, ദാറ്റ് ഈസ് NaNH2 ചേർത്ത് ഹീറ്റ് ചെയ്യുക. ഇത് ഹീറ്റ് ചെയ്യുക. സോഡമൈഡ് NaNH2. റിയാക്ഷൻ നോക്കിയിരിക്കുക. Na-യും Cl-ഉം കൂടെ എന്ത് പോകും? NaCl പോകും. ഇനി NH2 തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജനും മാറിപ്പോയത്. NaCl കൂടെ പോയി, NaCl പോയി. NH2 തൊട്ടടുത്ത കാർബണിലെ ഹൈഡ്രജനോട് എന്ത് പോകാം? NH3. ബാക്കി എന്താണെന്ന് പറ? CH ഡബിൾ ബോണ്ട് CH. ഒരു ബാലൻസ് വീണ്ടും പോയില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ട്രിപ്പിൾ ബോണ്ട്. ആൽക്കൈനെ കിട്ടിയില്ലേ? സിമ്പിൾ മെത്തേഡ് ആണ് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ്. കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. വിസിനൽ ഡൈഹാലൈഡ്സിനെ ആരുമായി റിയാക്ട് ചെയ്യിപ്പിക്കുക? ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ആരെ കിട്ടും? ആൽക്കീനൈൽ ഹാലൈഡ്. ആ ആൽക്കീനൈൽ ഹാലൈഡിനെ സോഡ അമൈഡ് ചേർത്ത് ഹീറ്റ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ആൽക്കൈൻ. ആരെ കിട്ടും? ഇത്രയുമാണ് ആൽക്കൈന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട് പ്രിപ്പറേഷൻ മെത്തേഡേ പറഞ്ഞുള്ളൂ. ഫ്രം കാൽഷ്യം കാർബൈഡും രണ്ട് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. രണ്ടും വളരെ പ്രധാനമാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി പഠിച്ചു വെച്ചേക്കുക. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഓക്കെ, നമുക്ക് ഇനി പഠിക്കേണ്ടത് ആൽക്കൈൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ആൽക്കൈന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.